ഹലോ, രാവിലെ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അങ്ങനെ നമുക്കൊരു കല്യാണ വിശേഷം കാണാം. എടീ, നീ അറിഞ്ഞില്ലേ? ഒരു കാര്യം പറയാനാണ് ഞാൻ ഇത്രയും നേരത്തെ ഓടിക്കളഞ്ഞു. അപ്പുറത്തെ വീട്ടിലെ ഗീതയുടെ മോളെ ചെറുക്കൻ്റെ കൂടെ ഒളിച്ചോടിയെന്ന്. യാത് ചെറുക്കൻ്റെ കൂടെ എടി? എന്ത് നീ പറയണ? രാവിലെ വന്നാ പ്രേമിച്ചെങ്കിൽ അങ്ങ് പോട്ട്, നമുക്കെന്തിരി? അവരായി അവരെ പാടായി അവരങ്ങ് സുഖമായിട്ട് ജീവിക്കിട്ടെന്നേ. പിള്ളേരാരെങ്കിലും പ്രേമിച്ചാൽ അവരെ സുഖമായി ജീവിക്കാനായിട്ട് നമ്മൾ രക്ഷകർത്താവ് അനുവദിക്കും. ഇപ്പോഴുള്ള പിള്ളേരെന്ന് പറഞ്ഞാൽ വാരുന്ന കാണിച്ചു കൂട്ടണൊക്കെ നിനക്കറിയാമല്ല. അതുകൊണ്ട് നമ്മളിതിലൊന്നും ഇടപെടാതിരിക്കാൻ നല്ലത്. എടീ, അവൾ കുറേ കാലം കൊണ്ട് പ്രേമിച്ച് വച്ചിക്കണമെന്ന് നമ്മളിതൊന്നും അറിഞ്ഞില്ലല്ലോ. അവളെ അമ്മയ്ക്കൊക്കെ അറിയായിരുന്നു പോലും. ഇടയ്ക്കെന്തോ അവളെ രഹസ്യമായിട്ടൊക്കെ വിലയ്ക്ക് പറക്കി വിട്ടു എന്നൊക്കെ പറയുന്നു. ഇപ്പം രാവിലെ മുതൽ പെണ്ണിനെ കാണാനില്ല എന്ന് പറയുന്നു. നീ നിൻ്റെ ജോലി നോക്കടി. ഇപ്പോഴുള്ള പിള്ളേരാണ്, അവർക്ക് ഒരാളിൻ്റെ കൂടെ ഒരു പ്രേമം വന്നാൽ നമ്മളത് സഹകരിച്ച് അവരെ കല്യാണം കഴിച്ച് അയച്ചില്ല എന്നുണ്ടെങ്കിൽ അവർ കയറി തൂങ്ങുകയും വല്ലതൊക്കെ ചെയ്താൽ അത് പിന്നെ അതൊരു വലിയ നഷ്ടമായി മാറൂലേ. അതിനേക്കാളും അവരങ്ങ് സ്വയം ജീവിക്കിട്ടു. അപ്പം നിനക്കിതൊന്നൊക്കെ കേട്ടിട്ട് നിനക്കൊരു വിഷമവും തോന്നണില്ലേ? ഞാനിതോട് പേടിച്ചാണ് ഓടിപ്പിടച്ചിഞ്ഞ് വന്നത്. നിന്നെ കൂടെ കണ്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് സമാധാനം തരാമെന്ന്. പിന്നെ സമാധാനമായി. എനിക്കെന്തൊരു സമാധാനക്കേട്? പിള്ളേർ പ്രേമിച്ച് കല്യാണം കഴിക്കുന്നതിന് എനിക്കൊരു സമാധാനക്കേടുമില്ല. രക്ഷാകർത്താക്കൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അവരെ സന്തോഷത്തോടെ വിളിച്ച് വീട്ടിൽ കയറ്റി അവരെ ജീവിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കണം. അല്ലാതെ കുറ്റങ്ങളും കുറവുകളും പറഞ്ഞുകൊണ്ട് നടന്നിട്ട് വല്ല കാര്യമുണ്ടോ? നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി. ആ പിള്ളേർക്ക് ജീവിക്കണമെന്ന് തോന്നി അവർ സ്നേഹിച്ചു കല്യാണം കഴിക്കട്ടെ. ആ പെണ്ണിനും 10-22 വയസ്സായി. പോയ ചെറുക്കൻ ഏത് ചെറുക്കൻ്റെ കൂടെ പോയത്? നീ ഇതൊന്നും അറിയാതെ ഇങ്ങനെ കിടന്ന് തുള്ളിച്ചിട. ഞാൻ നിനക്കൊരാശ്വാസം കിട്ടട്ടെന്നും പറഞ്ഞല്ലേ ഞാൻ ഇനി ഓടിപ്പടച്ച് വന്നത്. നിനക്ക് കുഴപ്പമില്ല, എനിക്ക് സമാധാനമായി. എനിക്കെന്തൊരു കുഴപ്പം? അവൾ പ്രേമിച്ചിട്ട് കല്യാണം കഴിക്കുന്നതിന് നമ്മൾ രക്ഷകർത്താക്കൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അവരെ ആത്മാർത്ഥമായിട്ട് വിളിച്ച് നമ്മളെ കൂടെ ചേർത്ത് അവരെ ഒന്നിച്ച് ജീവിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുകയാണ്. അല്ലാതെ നമ്മൾ അതിനൊന്നും ഇടപെടേണ്ട ഒരു കാര്യവുമില്ല. അപ്പം നീ ഇതൊന്നും അറിയാതെ നിന്ന് സംസാരിക്കുന്നത്. എടീ, നിൻ്റെ മോൻ്റെ കൂടെയാണ് ആ ചെറുക്കൻ പെണ്ണ് ഒളിച്ചോടി പോയതെന്ന് നീ ഇതൊന്നും അറിഞ്ഞില്ലേ? എന്തെന്ന് നീ പറയണത്? എൻ്റെ പറയണമെന്ന്? എൻ്റെ മോൻ്റെ കൂടെയാണ്. എൻ്റെ മോൻ്റെ കൂടെ ഞാൻ അവനെ വെട്ടും. അവളെ ഞാൻ അരിയും, ഞാൻ അവളെ വെട്ടും. ഞാൻ അവളെ ജീവിക്കാൻ അനുവദിക്കൂല, അവനെയും ജീവിക്കാൻ അനുവദിക്കൂല. നീ എന്തൊരു പറയണത്? ഇറങ്ങി പോകണം എൻ്റെ വീട്ടിൽ നിന്ന്. എനിക്കിവിടെ ആരെയും കാണണ്ട. ഞാൻ വെട്ടിയിടും. എൻ്റെ ജീവിതത്തിൽ ഞാൻ എൻ്റെ വീട്ടിൽ കയറ്റൂല. അവൾ എന്തൊരു ഉദ്ദേശത്തിൽ എൻ്റെ ചെറുക്കൻ്റെ ഇറങ്ങി ഓടിപ്പോയത്? മാനം മര്യാദയ്ക്ക് ജീവിക്കുന്ന കുടുംബമാണ്. അതിൻ്റെ ഇടയ്ക്ക് ഒന്നിക്കിനും രാവിലെ അവൾ ഒന്നിക്കിനും എൻ്റെ മനസ്സമാധാനം ഇറങ്ങിപ്പോണി എൻ്റെ വീട്ടിൽ നിന്ന്. മേലാൽ എൻ്റെ കമ്പൗണ്ടിൽ കയറിപ്പോലെ. അയ്യോ, ഇവക്കെന്തൊരു ഭ്രാന്തായ? ഞാൻ പറയാൻ വന്ന് ഞാനായ ഇപ്പം കുറ്റക്കാരി? നിൻ്റെ മോൻ കാണിച്ചതിലൊന്നും ഒരു കുഴപ്പമില്ലേ? എനിക്കാണോ കുറ്റം? പിന്നെ എന്തരോ ചെയ്യും. ഞാൻ പോണപ്പോൾ എനിക്ക് വയ്യേ, എന്നെ കൊല്ലരുതേ. അങ്ങനെ ഒരു ഒളിച്ചോട്ടവും കല്യാണവും ഒക്കെ അവരാരും ഇവിടെ ഒളിച്ചോട്ടത്തില്ലേ. നമ്മളിതൊന്നും അന്വേഷിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് രാവിലെ അരിയും കറിയൊക്കെ വെച്ച് ഉച്ചയാകുമ്പോൾ അതിനെയൊക്കെ കോരി കഴിച്ച് പറക്കിക്കൊണ്ട് സുഖമായി നമ്മളെ കാര്യങ്ങളും നോക്കി ജീവിക്കാൻ നോക്കും. അങ്ങനെ ഞാനിതാ രാവിലെ ചക്ക വെച്ചു, കിഴങ്ങ് കറി വെച്ചു, പിന്നെ മീൻ കറി വെച്ചു, രസം വെച്ചു. ഇങ്ങനെ കുറേ ജോലികളൊക്കെ ചെയ്തു കേട്ടോ. അതിനിടയ്ക്ക് മറ്റവൾ കഥ പറയാൻ വന്നതുകൊണ്ട് എനിക്ക് എല്ലാ വീഡിയോയും ഒന്നും എടുക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ ചക്കയൊക്കെ അവിച്ച് റെഡിയാക്കുകയാണ്. നിങ്ങളെല്ലാവരും സുഖമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും വളരെയധികം താങ്ക്സ്. നിങ്ങളെൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം. എൻ്റെ ഡബിൾ റോള് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ കമൻ്റ് ഇടുക, സപ്പോർട്ട് ചെയ്യുക, എന്നെ ലൈക്ക് ചെയ്യുക. എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിശ്വസിച്ചുകൊണ്ട് എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ, ഗുഡ് മോർണിംഗ്. വീഡിയോ എല്ലാം കാണുമല്ലോ, കണ്ട് സപ്പോർട്ട് ചെയ്യണേ. എല്ലാ കൂട്ടുകാരും കണ്ട് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.